ശബരിമലയിലെ പഴയ കൊടിമരം പൊളിച്ചപ്പോൾ വാജിവാഹനം കണ്ഠര് രാജീവർക്ക് കൈമാറിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലും ചേർന്ന്. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. വാജിവാഹനം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. 2017 ഫെബ്രുവരി 19 വാജിവാഹനം കൈമാറിയത്. ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നത് UDF നിയമിച്ച ദേവസ്വം ഭരണസമിതി. അതേസമയം കൊടിമരത്തിലുണ്ടായിരുന്ന ഇപ്പോൾ കാണാനില്ലാത്ത അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് എടുത്തുമാറ്റുന്ന ദൃശ്യങ്ങളും റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. സ്വർണം പൊതിഞ്ഞ പഴയ കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ച് ദ്രവിച്ചെന്ന് പറഞ്ഞാണ് പുതിയത് വൻതുക ചെലവഴിച്ച് നിർമ്മിച്ചത്. എന്നാൽ പഴയ കൊടിമരത്തിന്റെ അടിഭാഗത്തിന് ഒരു കുഴപ്പവുമില്ലെന്ന് കൊടിമരം പൊളിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാര്യമായൊരു പ്രശ്നവുമില്ലാത്ത കൊടിമരം മാറ്റിയതിനു പിന്നിൽ അതിലെ സ്വർണവും വാജിവാഹനവും അഷ്ടദിക്പാലക വിഗ്രഹങ്ങളും ലക്ഷ്യം വെച്ചാണോ എന്ന സംശയമുയരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണാം. TV പ്രസാദ് ഉണ്ട് വളരെ നിർണായകമായ വിവരങ്ങളുമായി. കൊടിമരത്തിന്റെ അടിഭാഗത്ത് കോൺക്രീറ്റ് ആണെന്നിരിക്കെ കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ചു എന്ന് 2017 എന്തിനാണ് അന്ന് തീരുമാനമെടുത്തത്? UDF നിയമിച്ച ദേവസ്വം ബോർഡ് അംഗങ്ങളാണ് അന്ന് കൊടിമരം മാറ്റുന്ന സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നത്. കൊടിമരത്തിന്റെ ചുവട് ദൃശ്യങ്ങൾ കാണാം. കൊടിമരത്തിന്റെ ചുവട്, കോൺക്രീറ്റ് ചെയ്ത ഈ കൊടിമരത്തിന്റെ ചുവട് എങ്ങനെയാണ് ചിതലിരിക്കുന്നത്? ഇത് വാജിവാഹനവും അഷ്ടദിക്പാലകരും. ഈ അഷ്ടദിക്പാലകർ എവിടെ? ഇത് കൊടിമരത്തിന്റെ അടിഭാഗം. ഈ അടിഭാഗം ചിതലിരിക്കുന്നത് ഇത് വാജിവാഹനം. ഇപ്പോൾ അജയ് തറയിൽ രാജീവ് കണ്ഠർക്ക് കൊടുക്കുന്നത് ഈ വാജിവാഹനം. ഇതാണ് അഷ്ടദിക്പാലകർ. UDF നിയമിച്ച ദേവസ്വം ബോർഡിന്റെ കാലത്ത് അഷ്ടദിക്പാലകരെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. വാജിവാഹനം തന്ത്രി രാജീവ് കണ്ഠർക്ക് കൊടുക്കുന്നുണ്ട്. എവിടെ അഷ്ടദിക്പാലകർ എന്ന ചോദ്യം. തന്ത്രി രാജീവ് കണ്ഠർക്ക് കൊടുത്ത വാജിവാഹനം ഇപ്പോൾ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. കൊടിമരത്തിന്റെ അടിവശം കോൺക്രീറ്റ് പൂശിയതാണെന്നിരിക്കെ അതിൽ ചിതലരിച്ചു എന്ന് പറഞ്ഞ് കൊടിമരത്തിൽ സ്വർണം പൂശാനുള്ള നീക്കം നടത്തിയത് എന്തിനാണ്? കൊടിമരത്തിലെയും അഷ്ടദിക്പാലകരെയും വാജിവാഹനത്തെയും ലക്ഷ്യം വെച്ചാണോ ഇങ്ങനെയൊരു നിർമ്മാണ പ്രവൃത്തി 2017 UDF നിയമിച്ച ഭരണസമിതി നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം.